ഹലോ എവരിവൺ, എല്ലാവർക്കും സൈലം PSCയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. സയൻസ് ആയാലും മറ്റു വിഷയങ്ങളായാലും മുന്നിൽ വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി വളരെ സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും അല്ലേ? അതിൽ ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇന്നത്തെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ മുൻ LD എക്സാം ഇപ്പം നടന്നിട്ടുള്ള കണ്ണൂര് കൊല്ലം LD എക്സാമിൻ്റെയും അതുപോലെ തന്നെ സെയിൽസ് അസിസ്റ്റന്റ് എക്സാമിനും വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് ഡിസ്കസ് ചെയ്താലോ? അപ്പം എല്ലാവരും റെഡി ആണല്ലോ പഠിക്കാൻ? കം ഓൺ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്വസ്റ്റ്യൻ. സോ സെയിൽസ് അസിസ്റ്റന്റ് എക്സാമിൻ്റെയും അതുപോലെ തന്നെ LD പരീക്ഷയിലെയും കെമിസ്ട്രി ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കം ഓൺ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ LD എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിൽ ഒരുപാട് പേരും ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രത്യേകിച്ച് LD പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഈ ചോദ്യങ്ങളൊക്കെ നോക്കിക്കാണും. എന്നാൽ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കി പോവാം. ഓക്കെ, നോക്കിയേ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. താഴെ പറയുന്നവയിൽ കാൽഷ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമേത്? കാൽഷ്യം എന്ന് പറയുന്ന മെറ്റൽ ഉണ്ടായത് കൊണ്ട് തന്നെ അത് ഞാൻ കെമിസ്ട്രിയിലേക്ക് ഇങ്ങോട്ട് എടുക്കുകയാണ്. രോഗം എന്ന് പറയുന്നത് നിങ്ങൾ ബയോളജിയിൽ കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ടാകും. എങ്കിലും കാൽഷ്യത്തെക്കുറിച്ച് പറയുന്ന ഓരോ സമയത്തും നമ്മുടെ ക്ലാസ്സുകളിലായാലും നമ്മൾ എപ്പോഴും പറയുന്നതാണ് കാൽഷ്യത്തിന്റെ അഭാവം മൂലം എല്ല് പൊടിയുന്ന രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന രോഗം. ഓസ്റ്റിയോപൊറോസിസ്. കാൽഷ്യം എന്ന് പറയുന്ന മൂലകത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പറയാം. ഇതിനോട് കൂടെ തന്നെ വരൂ. കാൽഷ്യം എന്ന് പറയുന്ന മൂലകത്തിന്റെ പ്രതീകം Ca ആണ്. കാൽഷ്യം അറ്റോമിക നമ്പർ 20 മൂലകമാണ് കാൽഷ്യം എന്ന് എല്ലാവർക്കും അറിയാലോ. അറ്റോമിക നമ്പർ 20 ആയ മൂലകമാണ് കാൽഷ്യം. സോ നമുക്ക് കാൽഷ്യത്തെക്കുറിച്ച് കുറച്ച് പോയിന്റുകൾ, പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 20 ആണ്. കാൽഷ്യം എല്ല്, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ മൂലകമാണ്. എല്ല്, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് അപ്പൊ എല്ല്, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം. അല്ലെങ്കിൽ മുതിർന്നവർക്ക് എല്ലിനും പല്ലിനും അല്ലെങ്കിൽ എല്ലിന് കാഠിന്യം കൂടാനുള്ള കാരണം ഇതിനൊക്കെ നമുക്ക് എന്താണ്? കാൽഷ്യം ആവശ്യമാണ്. അറിയോ, ഭൂവൽക്കത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹങ്ങളിൽ 3ാം സ്ഥാനമാണ് കാൽഷ്യത്തിനുള്ളത്. സോ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 3ാമത്തെ ലോഹം, ഭൂവൽക്കത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 3ാമത്തെ ലോഹവും കാൽഷ്യമാണ്. കാൽഷ്യം നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ല്, പല്ല് എന്നിവ രാസപരമായി എന്താണ് സാധനം? കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. എല്ല്, പല്ല് എന്നിവ രാസപരമായി കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് എന്നറിഞ്ഞിരിക്കുക. ഇനി അപ്പോൾ മുതിർന്നവരിൽ എല്ലിന് കാഠിന്യത്തിന് കാരണമായ സംയുക്തം ഏത് എന്നും ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുള്ളതാണ്. കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് അതിനുള്ള ഉത്തരം. ഇതൊന്നും കൂടാതെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം ഏത് തന്നെയാണോ? കാൽഷ്യമാണ്. അപ്പം നമ്മളെ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാൽഷ്യത്തിന് പ്രധാനമായിട്ട് നമ്മൾ 3 പോയിന്റാണ് പറഞ്ഞത്. എല്ല്, പല്ല് എന്നിവ രാസപരമായി കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹമേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കാൽഷ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹം എല്ല്, പല്ല് എന്നിവ കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് സാധനം. ഇതൊന്നും കൂടാതെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹവും കാൽഷ്യമാണ്. ഇനി കാൽഷ്യത്തിന്റെ അഭാവം മൂലം എല്ല് പൊടിയുന്ന രോഗമാണ് ഓസ്റ്റിയോപോറോസിസ്. ഇതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടി കാൽഷ്യം എന്ന് പറയുന്ന മൂലകത്തെക്കുറിച്ച് നമ്മൾ ഓർത്തിരിക്കുക. മറ്റു രോഗങ്ങളെല്ലാം നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടാകും. പെല്ലഗ്ര, ബെറിബറി, നിശാന്തത, ഇതെല്ലാം വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. ഓക്കെ ആണേ, ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്? ഉൽപ്രേരകം അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇത് നമ്മൾ PSCക്ക് എന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ്. സാധാരണയായി ചോദ്യങ്ങൾ വരുന്നതാണ്. എന്താ ഉൽപ്രേരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു രാസപ്രവർത്തനത്തിൽ സ്വയം സ്ഥിരമായ ഒരു മാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെയാണ് എന്ത് പറയുന്നത്? ഉൽപ്രേരകങ്ങൾ. അപ്പോൾ ഒരു പക്ഷേ ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. അതിനെ സഹായിക്കുന്ന മൂലകങ്ങൾ സംയുക്തങ്ങളെ പറയുന്ന പേരാണ് ഉൽപ്രേരകങ്ങൾ എന്ന്. ഉൽപ്രേരകങ്ങൾ. ഓക്കെ ആണ്. ഇനി കുറച്ച് ഉൽപ്രേരകങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഉൽപ്രേരകം ഉണ്ട് അല്ലേ? സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് വനേഡിയം പെന്റോക്സൈഡ്. അത് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു ഉൽപ്രേരകമാണ്. എന്നാൽ ഇവിടെ ചോദിച്ചത് സ്പോഞ്ചി അയൺ ഏതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു എന്നാണ്. സ്പോഞ്ചി അയൺ. ഉത്തരം അമോണിയയാണ്. അപ്പൊ ബാക്കിയുള്ളതും കൂടി ഒന്ന് നോക്കാം. സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ഓർത്തിരിക്കേണ്ട 1-2 ഉൽപ്രേരകം കൂടെ ഇതിന്റെ കൂടെ പറഞ്ഞു തരാം. ഒന്ന് സൾഫ്യൂരിക് ആസിഡ്, ഇതിന്റെ വ്യാവസായിക ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് വനേഡിയം പെന്റോക്സൈഡ്. അമോണിയയിൽ നമ്മൾ പറഞ്ഞു സ്പോഞ്ചി അയൺ ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഹൈഡ്രോജിനേഷൻ ഓഫ് ഓയിൽ എന്നും പറയാം. അല്ലെങ്കിൽ ഇത് ചുരുക്കി പറഞ്ഞാൽ വനസ്പതി ഹൈഡ്രോജിനേഷൻ ഓഫ് ഓയിൽ എന്ന് പറയാം. അതായത് ഈ സാധനം തന്നെയാണ് വനസ്പതി നെയ്യ്. വനസ്പതി നെയ്യ് എന്ന് പറഞ്ഞാലേ ഈ സസ്യ എണ്ണകൾ ഉണ്ടല്ലോ, ഡാൽഡ, അതൊക്കെ സസ്യങ്ങൾ പനേന്റെ ചിഹ്നമല്ല തമ്മിലുള്ളത്. അപ്പൊ സസ്യ എണ്ണയിലേക്ക് ഹൈഡ്രജൻ കുത്തി നിറച്ചിട്ടാണ് അതിനെ കട്ടിയാക്കി നെയ്യാക്കി മാറ്റുന്നത്. ഇതാണ് വനസ്പതി. അപ്പൊ ഹൈഡ്രോജിനേഷൻ ഓഫ് ഓയിൽ എന്നാണ് ആ പ്രോസസ്സിന് പറയുക. ഇങ്ങനെ വനസ്പതി നെയ്യ് ഉണ്ടാക്കുന്നതിന്റെ ആ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് നിക്കൽ. 3 ഉൽപ്രേരകങ്ങൾ പഠിച്ചല്ലോ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇത് 3ഉം പോസിറ്റീവായ ഉൽപ്രേരകങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു സൾഫ്യൂരിക് ആസിഡിൽ വനേഡിയം പെന്റോക്സൈഡ്, രണ്ടാമത്തത് ഹൈഡ്രോജിനേഷൻ ഓഫ് ഓയിലിൽ വനസ്പതി ഉപയോഗിക്കുന്നു, നിക്കൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. മൂന്നാമത് ഒന്നുകൂടി ഇപ്പം നമ്മൾ പറഞ്ഞു, ഏതായിരുന്നു? അമോണിയയുടെ ഉൽപാദനത്തിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അല്ലേ? അമോണിയയുടെ ഉൽപാദനത്തിൽ സ്പോഞ്ചി അയൺ. ഈ 3ഉം പോസിറ്റീവ് ഉൽപ്രേരകങ്ങളാണ്. എന്ന് പറഞ്ഞാൽ എന്താവും? പോസിറ്റീവ് ഉൽപ്രേരകം. ഇവിടെ ഉൽപ്രേരകത്തിന്റെ ഇംഗ്ലീഷ് കാറ്റലിസ്റ്റ് ആണ് കേട്ടോ. പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും രാസപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടുന്ന ആളുകളാണ്. അപ്പൊ രാസപ്രവർത്തനത്തിന്റെ വേഗത കുറയ്ക്കുന്നവരുണ്ടോ? യെസ്. അതിനൊരു ഉദാഹരണം നമ്മുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഏതാണെന്നറിയോ? ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടനത്തിന്റെ വേഗത കുറയ്ക്കാൻ, വിഘടന വേഗത കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് ഫോസ്ഫോറിക് ആസിഡ്, H3PO4. ഓക്കെ ആണ്. അപ്പൊ 4 കാറ്റലിസ്റ്റ് നമ്മൾ പഠിച്ചു. അമോണിയയ്ക്ക് സ്പോഞ്ചി അയൺ, സൾഫ്യൂരിക് ആസിഡിന് വനേഡിയം പെന്റോക്സൈഡ്, വനസ്പതി നിർമ്മാണത്തിൽ നിക്കൽ, 3ഉം പോസിറ്റീവ്. ദെൻ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടനത്തിന്റെ വേഗത കുറയ്ക്കാനായിട്ട് ഫോസ്ഫോറിക് ആസിഡ് പഠിച്ചല്ലോ. സെറ്റ് ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഈ ചോദ്യം PSC ചോദ്യങ്ങൾക്ക് വന്ന് സിങ്കിനാകെ നാണക്കേടായി തുടങ്ങിയെന്നാ. എപ്പോഴും ഞാൻ തന്നെ പോവാന്നാണ് ഇപ്പൊ സിങ്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം അയിരുകൾ എന്നത് ഇല്ലാത്ത, അയിരുകളെ കുറിച്ചൊരു ചോദ്യമില്ലാത്ത LD ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ലാന്ന് തന്നെ പറയാം. അത്രയും റെയറാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കൂട്ടം അയിരുകൾ, എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അയിരുകൾ നിങ്ങൾ പഠിച്ചു വെച്ചോളുക. വെറുതെ ആവില്ല. പ്രത്യേകിച്ച് LD പരീക്ഷകൾക്കും LGS പരീക്ഷകൾക്കും എപ്പോഴും ചോദിക്കുന്നതാണ് ധാതുക്കളും അയിരുകളും. ഇവിടെ കലാമിൻ എന്തിന്റെ അയിരാണ് എന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരം നമുക്ക് ആദ്യം പറയാം, സിങ്കാണ് അല്ലേ? സിങ്കിന്റെ അയിരുകൾ, സൗന്ദര്യവുമായി ബന്ധപ്പെട്ട പേരുകളാണ് സിങ്കിന്റെ അയിരുകൾക്ക് എന്ന് പറഞ്ഞു. സിങ്കിന് വേറെയും അയിരുകളുണ്ട്. ഏതൊക്കെയാ സിങ്കിന്റെ മറ്റയിരുകൾ? നമുക്കൊന്ന് നോക്കാലോ. സിങ്കിന്റെ അയിരുകൾ, ഒന്ന് കലാമിൻ, മറ്റൊന്ന് സിങ്ക് ബ്ലെൻഡ്, അല്ലെങ്കിൽ സ്പാലറൈറ്റ്. സിങ്ക് ബ്ലെൻഡ് അല്ലെങ്കിൽ സ്പാലറൈറ്റ്. ഇനി ഒന്നുകൂടി ഉണ്ട് കേട്ടോ, സിങ്കൈറ്റ്. അതൊക്കെ പിന്നെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് എടുക്കാൻ പറ്റും അല്ലേ? സിങ്ക്, കലാമിൻ, സിങ്ക് ബ്ലെൻഡ്, സ്പാലറൈറ്റ്, സിങ്കൈറ്റ്, ഇതെല്ലാം സിങ്കിന്റെ അയിരുകളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അയിരാണ് അലൂമിനിയത്തിന്റെ അയിര്. ഒരുപാട് തവണ PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് ആണ് കേട്ടോ, ബോക്സൈറ്റ്.
എന്നാൽ ഇപ്പൊ അടുത്ത് നടന്ന PSC എക്സാമിന് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, താഴെ തന്നിരിക്കുന്നവയിൽ അലൂമിനിയത്തിന്റെ ഒരു ധാതു ഏത് എന്ന്. ധാതു എന്ന് പറയുന്നതും അയിര് എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. അലൂമിനിയത്തിന്റെ സാന്നിധ്യമുള്ള പ്രകൃതിയിൽ കാണപ്പെടുന്ന സംയുക്തങ്ങളെ അല്ലെങ്കിൽ ഏത് ലോഹത്തിന്റെയും സാന്നിധ്യമുള്ള പ്രകൃതിയിൽ കാണപ്പെടുന്ന പദാർത്ഥങ്ങളെ നമുക്ക് ധാതു എന്ന് വിളിക്കാം. എന്നാൽ എല്ലാ ധാതുവിൽ നിന്നും നമ്മൾ ആ ലോഹത്തെ വ്യാവസായികമായി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നില്ല. എളുപ്പം ഏതാണ്, ചെലവ് കുറവ് ഏതാണ്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അയിരിനെ സെലക്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെ എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും വേഗത്തിലും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ആളെയാണ്, അതായത് പണി കുറഞ്ഞിട്ടൊക്കെ ആയിട്ട് എടുക്കുന്ന ധാതുവിനെയാണ് നമ്മൾ അയിര് എന്ന് പറയുന്നത്. അങ്ങനെ അലൂമിനിയം വ്യാവസായികമായി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അയിര് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോക്സൈറ്റ് തന്നെയാണ്, ഡൗട്ട് ഇല്ല. എന്നാൽ അലൂമിനിയം അടങ്ങിയ ഒരു ധാതുവാണ് ക്രയോലൈറ്റ്. ക്രയോലൈറ്റ് ഓർത്തിരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അയിരാണ് ഇരുമ്പിന്റെ അയിരുകൾ. സാധാരണയായി ചോദ്യങ്ങൾ വരാറുണ്ട്, ഇരുമ്പിന്റെ അയിരേത്, ഇരുമ്പിന്റെ പ്രധാന അയിരുകൾ ഏത്, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇരുമ്പിന്റെ അയിരുകൾ എന്തായാലും പഠിച്ചു വെച്ചോളാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇരുമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അയിര് ഹേമറ്റൈറ്റ് തന്നെയാണ്, ഹേമറ്റൈറ്റ്. മറ്റൊന്ന് മാഗ്നറ്റൈറ്റ്. ഇനിയൊന്ന് സിഡറൈറ്റ്. സിഡറൈറ്റ്. ഇനിയുമുണ്ട് ലിമോണൈറ്റ്. ഒന്നുകൂടി അയൺ പിറൈറ്റീസ്. അയൺ പിറൈറ്റീസ്. അങ്ങനെ 5 അയിരുകളാണ് ഇരുമ്പിനുള്ളത്. 5 പേരുകളും കാണാതെ പഠിച്ചോളുക, കാരണം ഓരോന്നും പലതവണയായിട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. സോ ഇരുമ്പിന്റെ അയിരുകൾ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, ലിമോണൈറ്റ്, അയൺ പിറൈറ്റീസ്. 5 അയിരുകളാണ് ഇരുമ്പിനുള്ളത്. മറ്റൊന്ന് ചെമ്പ്. പ്രധാനപ്പെട്ട മറ്റൊരു ലോഹമാണ് ചെമ്പ്. ചെമ്പിന്റെ അയിരുതേ ഇപ്പൊ നടന്ന UPSC എക്സാമിന് കൂടി ചോദിച്ചതാണ്, മാലക്കൈറ്റ്. മാലക്കൈറ്റ് എന്തിന്റെ അയിരാണ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. സോ മാലക്കൈറ്റ് ചെമ്പിന്റെ അയിരാണ്. മാലക്കൈറ്റ്. ചെമ്പുമാല എന്നോർത്ത് വെക്കാം, അല്ലെങ്കിൽ സ്വർണവും വെള്ളിയും മാത്രമല്ല ചെമ്പും വേണമെങ്കിൽ മാലക്കായിട്ട് ഉപയോഗിക്കാമെന്ന് ഓർത്തു വെക്കാം. ഇങ്ങനെയൊക്കെ നമുക്കത് പഠിക്കാനായിട്ട് ഓർത്തു വെക്കാവുന്നതാണ്. ഓക്കെയാണ്. പ്രധാനപ്പെട്ട അയിരുകൾ എന്തായാലും പഠിച്ചു വെച്ചൂളാ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നും. തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. അപ്പോ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1, ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. വളരെ ശരിയാണല്ലോ, ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം തന്നെയാണ് ഹൈഡ്രജൻ. അതുകൊണ്ടാണ് ഏറ്റവും ഭാരം കുറഞ്ഞ, സാന്ദ്രത കുറഞ്ഞ, ലഘുവായ ആറ്റമുള്ള മൂലകമാണ് ഹൈഡ്രജൻ എന്ന് നമ്മൾ പറയുന്നത്. മറ്റൊന്ന്, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിനാണ്. കറക്റ്റാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ കണ്ടെത്തിയത് ലീനസ് പോളിംഗ് ആണ്. ഇദ്ദേഹം കണ്ടെത്തിയ സ്കെയിലിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ വാല്യൂ, അതായത് 3.98 ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ വരുന്നത് ഫ്ലൂറിനാണ്. അടുത്തത്, അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. ഇത് തെറ്റാണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ അറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്ന് തന്നെയായ മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇനി ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. യെസ്, ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നു. നമ്മളോട് ചോദിച്ചത് തെറ്റായ പ്രസ്താവനയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഉത്തരമായിട്ട് തിരഞ്ഞെടുക്കാം? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. സോ ആവർത്തന പട്ടിക എന്ന് പറയുന്ന ഭാഗത്തുള്ള പ്രധാന മൂലകങ്ങളെ കുറിച്ചുള്ള പോയിന്റുകളെല്ലാം നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് നമ്മുടെ LD കണ്ണൂർ അതുപോലെ തന്നെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് പറയാനുള്ളത്, നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അത് പ്രിലിമിനും മെയിനായാലും സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രമായിട്ടുള്ള കുട്ടികൾക്കായാലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ കാണിച്ചതുപോലെ തന്നെയാണ് കോഴ്സ് ഫീ 3,999 രൂപ മാത്രമാണ്. നമ്മുടെ സെപ്റ്റംബർ 4-നാണ് ക്ലാസ് സ്റ്റാർട്ട് ആവുന്നത്. സോ പരീക്ഷയ്ക്ക് സീരിയസ് ആയിട്ട് തയ്യാറെടുക്കാൻ റെഡി ആയിരിക്കുന്നവരെ എല്ലാവരും വെൽക്കം ചെയ്യുന്നു. ഓടി വന്നോളാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും മനസ്സിൽ വെച്ചോളാം. നമുക്ക് കഴിഞ്ഞ സെയിൽസ് അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യന് കൂടി ഒന്ന് പറഞ്ഞു നോക്കാം. അത് നോക്കിയേ, വിച്ച് ഗ്രൂപ്പ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഈസ് കളക്റ്റീവ്ലി നോൺ ആസ് ചാൽക്കോജൻസ്. ചാൽക്കോജനുകൾ 2 തവണയായി ഈ ചോദ്യം ഒരേ മാസത്തിൽ ചോദിക്കുന്നത്.
ഒരു തൊട്ടടുത്ത മാസങ്ങളിലായിട്ട്. UPSC എക്സാമിനും ചോദിച്ചു അല്ലെ ചാൽക്കോജനുകൾ ഏത് ഗ്രൂപ്പാണ് എന്ന്. ചാൽക്കോജനുകൾ എന്നറിയപ്പെടുന്നത് 16ാം ഗ്രൂപ്പ് മൂലകങ്ങളാണോ? 16ാം ഗ്രൂപ്പ് മൂലകങ്ങൾ. ഇവർ ഓക്സിജൻ കുടുംബക്കാരാണ്. അവരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ചാൽക്കോജനുകൾ. സോ ഓരോ ഗ്രൂപ്പിലെയും മൂലകങ്ങളെയും അവരുടെ ഗ്രൂപ്പ് നെയിമും ഒന്ന് ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തത് നെയിം ദ ആൽക്കലോയിഡ് വിച്ച് ഹാസ് അനാൽജസിക് ആക്ടിവിറ്റി. വേദനാ സംഹാരിയായിട്ട് കൂടി ഉപയോഗിക്കുന്ന ആൽക്കലോയിഡ്. LD പരീക്ഷയിൽ സിലബസിൽ പ്രത്യേകമായിട്ടുള്ളതാണ് ആൽക്കലോയിഡ് എന്ന് പറയുന്ന ടോപ്പിക്. സോ അത് പഠിച്ചു വെച്ചോളാം. മോർഫിൻ, ആസ്പിരിൻ, മോർഫിൻ എന്നിവ ആൽക്കലോയിഡുകളാണ്, വേദനാ സംഹാരികളാണ്. അപ്പൊ വേദനാ സംഹാരിയായി ഉപയോഗിക്കുന്ന ഒരു ആൽക്കലോയിഡാണ് മോർഫിൻ. മറ്റൊന്ന് നോക്കിയേ, വിച്ച് അലോയ് സ്റ്റീൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനന്റ് മാഗ്നറ്റ്. സ്ഥിരകാന്തം, സ്ഥിരമായി PSCക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ സങ്കരമേത്? അൽനിക്കോ ആണ് അതിനുള്ള ഉത്തരം. ഓക്കെ, ഇപ്പൊ സെയിൽസ് അസിസ്റ്റന്റ് എക്സാമിന്റെയും കൂടി കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അത്യാവശ്യം പോയിന്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. മറ്റു വീഡിയോയിൽ കുറച്ചുകൂടിയൊക്കെ എക്സ്പ്ലനേഷനും കുറച്ചുകൂടി ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. സോ എല്ലാവർക്കും താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ പഠനത്തിൽ നിങ്ങളോടൊപ്പം സൈലം ഉണ്ട്. ഓക്കെ, താങ്ക് യു.